എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സമ്മർ ഡ്രിങ്ക്, ഹെൽത്തി ആയിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡ്രിങ്കാണ് ലസ്സി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല കട്ട തൈര് നമുക്ക് എടുക്കാം. ഈ ലസ്സി ഉണ്ടാക്കാൻ എപ്പോഴും ഇതുപോലുള്ള നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. ഞാനിവിടെ ഇതുപോലെ 2 സ്പൂണ് കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തൈരൊക്കെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു തവിയൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ആവും. ഞാനിപ്പോൾ ഒരു സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ട തൈര് എടുത്തത് കൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഐസ് ക്യൂബ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ അത് സാധാരണ രീതിയിൽ ആയി വരും കേട്ടോ. ഇതിപ്പോൾ നന്നായി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഹെൽത്തി ആയിട്ട് ഉള്ള ഡ്രിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണേ, പഞ്ചസാര ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ പഞ്ചസാര ഒരു 3 സ്പൂണ് ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും ലസ്സിക്ക്. പഞ്ചസാരയും കൂടെ ഇടുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ ഉറുമാമ്പഴം ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂ നട്ട്സ് ഉണ്ട്, അതും ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രൂട്ട്സ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. ഈ ചൂടിന് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഇത്. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് സബ്ജ സീഡ്സ് ആണ്. കസ്കസ്, സബ്ജ സീഡ്സ് എന്നും പറയും. ഇത് നമ്മുടെ ഹെൽത്തിന് നല്ല ഗുണമുള്ളൊരു സംഭവമാണ്. നമ്മുടെ ഡ്രിങ്കിലൊക്കെ ചേർക്കുന്നത് നമ്മുടെ ബോഡിയൊക്കെ നല്ല ഡീഹൈഡ്രേഷനൊക്കെ തടയുന്നത് അതിനായിട്ട് നന്നായിട്ട് ഉപകാരപ്പെടും. ഈ കസ്കസ് ചേർത്ത് കൊടുക്കുന്നത് ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒരു 10 മിനിറ്റ് മുമ്പ് കുതിർക്കാൻ വെച്ചതാണ്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉറുമാമ്പഴം, നമ്മുടെ അണാറില്ലേ അതാണ്, അതൊന്ന് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് ആപ്പിള് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം.
കുറച്ച് കാഷ്യൂ നട്ട്സിൻ്റെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ സമ്മറിൽ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലസ്സി ഡ്രിങ്ക്. താങ്ക് യു.